എവിടെയാണ് പ്രധാനമായുമുള്ള വ്യത്യാസം? ഇങ്ങനെ 999 ഒന്നുമായിട്ട് വേർതിരിക്കുന്ന വ്യത്യാസം വരുന്നത് എവിടെയാണ് അറിയുമോ സഹോദരങ്ങളെ? സ്വഹാബത്തിന് ഈ ഹദീസ് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ദിവസം രാത്രിയാണ്. ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനയിലെത്താൻ കുറച്ചുകൂടി സമയം എടുക്കും, നമ്മൾ ഇവിടെ ഒന്ന് താമസിച്ച് രാവിലെ മദീനയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് നബി തങ്ങൾക്ക് വേണ്ടി ഒരു ടെന്റ് കെട്ടി കൊടുത്തു. പിന്നെ പലരും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി രാത്രി എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ്. ചിലര് വെള്ളം ശേഖരിച്ചു വെച്ചു, ചിലര് വെള്ളം അടുപ്പിൽ വെച്ച് വെള്ളം ഇങ്ങനെ ചൂടായി വരുന്നു, ചിലര് ചട്ടി മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ചട്ടിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് എണ്ണ ചൂടാകുന്നു, ചിലരതാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള പൊടിയും മറ്റുമൊക്കെ എടുത്ത് ഒക്കെ റെഡിയാക്കി ഒരുങ്ങി നിൽക്കുമ്പോ അവർക്ക് ഇടയിൽ തങ്ങൾ ഈ ഹദീസ് അങ്ങ് പറഞ്ഞു. അന്ന് ചട്ടി വെച്ച ചട്ടി സുബിഹി വരെ അത് അടുപ്പിന്റെ മുകളിലാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നത് മറന്നുപോയി. വെള്ളം തിളച്ച വെള്ളം അങ്ങനെ തന്നെ, തിളച്ച എണ്ണ അങ്ങനെ തന്നെ, പൊടി കലക്കിയത് അങ്ങനെ തന്നെ, ധാന്യങ്ങൾ കഴുകി വെച്ചത് അങ്ങനെ തന്നെ. നേരം വെളുത്ത സമയത്ത് അവരെ മനസ്സിൽ നിന്ന് ബേജാറോടുകൂടെ തങ്ങളെ മുന്നിൽ വന്നവർ ചോദിക്കുന്നത്, അയ്യുനാ ദാലിക്കൽ വാഹിദു യാ റസൂലല്ലാഹ്, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആ ഒരാള് ആരാണ് നബിയേ? 1000-ൽ ഒരാള് സ്വർഗത്തിലേക്കും 999 ആള് നരകത്തിലേക്കും എന്ന് പറയുമ്പോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ആരാണ് നബിയേ? ആ ഒരാളെ പറഞ്ഞു തരൂ, ഞങ്ങൾക്ക് സമാധാനമില്ല. സ്വഹാബത്ത് ഉറങ്ങാത്ത പല രാത്രികളും ഉണ്ട്, കൂട്ടത്തിൽ ഒരു രാത്രിയാണിത്. ആ ഒരൊറ്റ ഹദീസ് ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പരസ്പരം ചർച്ച ചെയ്ത് ഭീതിയോടെ നേരം വെളുപ്പിച്ച രാത്രിയാണ്. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വഹാബത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ നിങ്ങൾ വിഷമിക്കരുത്, നരകത്തിലിട്ട് നിറക്കാൻ പറ്റുന്ന ഒരു സമുദായത്തെ അള്ളാഹു വേറെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അവരിൽ അധിക പേരും എന്നല്ല മുഴുവൻ ആളുകളും നരകത്തിലേക്കുള്ളവരാണ്. ആരാണ് നബിയെ? അവര് യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. അവര് കുറച്ചൊന്നുമല്ല ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവരെ ആശ്വസിപ്പിച്ചെങ്കിലും പിന്നെയും സ്വഹാബത്തി ഹദീസ് വിടാതെ ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ് വ്യത്യാസം എന്നറിയുമോ? വിശ്വാസ രംഗത്താണ് വ്യത്യാസം, ഈമാനിക രംഗത്താണ് വ്യത്യാസം. അടിയുറച്ച കറകളഞ്ഞ ഈമാനുള്ളവനല്ലാതെ സ്വർഗത്തിൽ പോകൂല.